ഹലോ, എല്ലാവർക്കും sWorldലേക്ക് സ്വാഗതം. ഇന്നൊരു സിമ്പിൾ ആൻഡ് ടേസ്റ്റി സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. എന്താണെന്ന് നോക്കണ്ടേ? ഒരു നല്ല എഗ് ബ്രെഡ് റോൾ. അതിനായിട്ട് ഞാൻ അതിലേക്കുള്ള ഫില്ലിംഗ് ആണ് റെഡിയാക്കുന്നത്. അതിനായിട്ട് ഒരു പാൻ വെച്ച് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ചെറുതായി അരിഞ്ഞ കറിവേപ്പില ഇട്ട് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു വലിയ സവാളയാണ് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അതൊരു ബ്രൗൺ കളറാണ് വെയിറ്റ് ചെയ്യുക. അതിലേക്ക് ഇപ്പോൾ മസാല നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനായിട്ട് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, ഉണക്കമുളക് ചതച്ചത് 1 ടേബിൾ സ്പൂൺ, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു നുള്ള് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇതിന് പ്രത്യേക ടേസ്റ്റ് ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പഞ്ചസാരയുടെ ഒരു വെറൈറ്റി ഒരു ടേസ്റ്റ് കിട്ടും. ഇപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് റോള് ചെയ്യേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 8 സ്ലൈസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്തത്, ബ്രെഡ് ക്രംസ്, 2 എഗ്ഗ് ബോയിൽ ചെയ്തിട്ടുള്ളതാണ്, 1 എഗ്ഗ് ബീറ്റ് ചെയ്തത്, നമ്മൾ ചെയ്തു വെച്ച മസാലക്കൂട്ടാണ്. അത് നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യണമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 2 എഗ്ഗ്, നമുക്കത് ഒരു എഗ്ഗ് നമുക്ക് 4 പോർഷനായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി അതിനായിട്ട് ഫസ്റ്റത്തെ ഒരു ബ്രെഡ് എടുത്ത് അത് വെള്ളത്തിൽ മുക്കി 2 കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചപ്പാത്തി പരത്തണ സ്റ്റിക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മസാല ശ്രദ്ധിക്കണം. മസാല തണുത്തതിന് ശേഷമാണ് നമുക്ക് അതിലേക്ക് ഫില്ല് ചെയ്യാൻ പാടുള്ളൂ. ഇനി അതിലേക്ക് മുറിച്ച് വെച്ചിട്ടുള്ള ഒരു പീസ് എഗ്ഗ് വെച്ച് കൊടുത്ത് 2 സൈഡ് നല്ലതുപോലെ ഫോൾഡ് ചെയ്യണം. ശ്രദ്ധിക്കണം, ഫോൾഡ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ അതിലേക്ക് എണ്ണ കൂടുതലും കയറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് 2 സൈഡ് നല്ലതുപോലെ ഒന്ന് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഫസ്റ്റ് ബീറ്റ് ചെയ്ത എഗ്ഗിലേക്ക് ഡിപ്പ് ചെയ്യുക. പിന്നീട് നമ്മൾ ബ്രെഡ് ക്രംസ് ഇട്ട് നല്ലതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കണം. നല്ലതുപോലെ 2 സൈഡ് റോൾ ചെയ്യണം. അതിൽ ബ്രെഡ് ക്രംസ് നല്ലതുപോലെ ചെയ്തില്ലെങ്കിൽ അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്കെല്ലാം ചെയ്തിട്ട് കാണാം. ഇപ്പോൾ എല്ലാം നമ്മൾ ഫില്ലിങ്സ് എല്ലാം റെഡിയാക്കി. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ എണ്ണ ചൂടായി. അതിലേക്ക് ഫസ്റ്റ് ബാച്ചായി നമുക്ക് ഓരോ റോൾസ് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ഇതിൽ എഗ്ഗ് മാത്രം വെച്ചാണ് ഇപ്പോൾ ചെയ്യുന്നത്. നമുക്ക് ഇതുപോലെ ചിക്കൻ വെച്ചോ ബീഫ് വെച്ചോ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഏകദേശം നമ്മുടെ റോൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതുപോലെ നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള എല്ലാ റോൾസും ഫ്രൈ ചെയ്തിട്ട് കാണാം. ഇപ്പോൾ എല്ലാം നോക്കൂ, എല്ലാം നമ്മൾ ഫ്രൈ ചെയ്ത് നല്ല ക്രിസ്പി അടിപൊളി എഗ് ബ്രെഡ് റോൾ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതെല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത് അഭിപ്രായം പറയുകയും വേണം. ഇനി നമുക്കിതൊരെണ്ണം കട്ട് ചെയ്ത് നോക്കാം. ഇതാ നല്ല അടിപൊളി നല്ല ചൂടുള്ള എഗ് ബ്രെഡ് റോൾ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി പുതിയൊരു റെസിപ്പിയായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.